ഓരോ 10 മിനിറ്റ് ഇങ്ങനെ സ്കാനർ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. കണ്ടു കഴിഞ്ഞ 18 വയസ്സ് പോലും തോന്നിക്കാത്തൊരു പെൺകുട്ടിക്ക് കൂലിയായിട്ട് പോകാൻ കൊടുത്തത് 30,000 രൂപയാണ്. കാര്യങ്ങൾ പറയാനുണ്ട്. പെട്ടെന്ന് ഞാൻ റീലില് തീർത്തിട്ട് പോവാം. അപ്പം 12-ാമത്തെ വയസ്സിൽ വിടാൻ തുടങ്ങിയത് ഞാൻ എന്നോട് നീ സംസാരിക്കല്ല കേട്ടോ. എന്നോട് ഇത് പറഞ്ഞത് അതായത് രാത്രി ടൈമില് അവര് ഡോർ ചാരി ഇട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മമ്മു ഈ തൊപ്പിക്ക് ബ്ലൂ കണ്ടു. അത് ചിലപ്പോൾ സത്യമായിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ ഇത്രയും നാൾ സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരുന്നത് ഒരു കൂട്ടം കുണ്ടന്മാരെയായിരുന്നു. ഇവന്മാരെല്ലാം പരസ്പരം അങ്ങോട്ട് ത്രികോണേ എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തുകൊണ്ടിരുന്നതായിരുന്നു. നമ്മൾ സ്ട്രീമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് ഒരുപാട് പിള്ളേർ വാലെ തൊപ്പി എന്ന് വിളിച്ച് നടന്നിരുന്നത്. നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കണം, നിങ്ങൾ ആ തൊപ്പി എന്ന് വിളിച്ചത് ആ തൊപ്പിയല്ല, ഇത് മറ്റേ സ്ഥാനത്തിന് മേളിൽ വരുന്ന കൊച്ചു തൊപ്പിയായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചുള്ള കാരണം. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ഞാൻ 18-ാമത്തെ വയസ്സ് വിട്ടു തുടങ്ങിയാണെന്ന്. അങ്ങനെ വിട്ട് 17 വയസ്സായപ്പോൾ ക്ഷീണിച്ചതുകൊണ്ടായിരിക്കും ഇപ്പൊ മമ്മുവിന്റെ വായിക്കകത്തേക്ക് ഈ ഒരു പരിപാടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു. അവിടെ ഒരാൾ മാത്രമല്ല, പല വ്യക്തികൾക്കും ഉപയോഗം മമ്മു ആണെന്നാണ് വരുന്നത്. എല്ലാ വോയിസ് പിന്നെ ഒരു 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിക്ക് 35,000 രൂപ കൊടുത്തങ്ങ് സംഭവം സെറ്റിൽ ചെയ്തു തുടങ്ങിയ വോയിസുകൾ സഹിതം ഇതിനു മുമ്പുള്ള തൊപ്പിയുടെ എക്സ്കാമുകി ഉണ്ടായിരുന്നില്ല, ഫസ്മീന വരെ സഹിതം എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, ഇവന്മാര് പരസ്പരം അങ്ങോട്ട് പിടിയും വലി എന്തൊക്കെയാണെന്ന് തെളിവ് സഹിതം വോയിസ് സഹിതം പുറത്തു വിട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോക്കകത്തൂടെ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇത് മൊത്തം കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് വ്യക്തമായിട്ട് രേഖപ്പെടുത്തൂ. ഒരിടയ്ക്ക് തൊപ്പി എന്ന് പറഞ്ഞ് വലിയ രീതിയിലൊരു ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് അല്ലേ, വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിന് താങ്ങത്തക്കതായിട്ടുള്ള കുട്ടികളും വന്ന് നല്ലൊരു ബിൽഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു അവരുടെ വീക്ക് പോയിന്റ് തന്നെ തകർച്ചയിലേക്ക് വരുന്നത്. ആ വീക്ക് പോയിന്റ് ആണ് ഈ ലേഡീസ് എന്ന് പറഞ്ഞ സാധനം. ഈ പറയുന്ന ഒരു വെള്ളം പോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഏത് രീതിയിലൊക്കെയാണ് കറങ്ങി നാട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കേൾക്കാനും ഒന്നുമില്ല, പറയാനും ഒന്നുമില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞ സൈബർ കേസ് മാത്രമല്ല, അല്ലാതുള്ള പോലീസുകാരും ഇവനെതിരെയുള്ള കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള അപരാധങ്ങളാണ് തുറന്നു വിട്ടത്, എന്തൊക്കെ ഡീലിങ്സ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒറ്റയടി കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ആ ന്യൂസ് ആദ്യം കണ്ടിട്ട് ഓരോ വോയിസ് ക്ലിപ്പിലേക്ക് നമുക്ക് പോവാം. യൂട്യൂബർ തൊപ്പിക്കും സംഘത്തിനുമെതിരായ പരാതിയിൽ കളമശ്ശേരി പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. തൊപ്പിയുടെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പരിശോധിച്ചു വരികയാണ്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് അന്വേഷണ. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. തൊപ്പി എന്ന നിഹാലിനെതിരെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സൈബർ പോലീസാണ് പ്രാഥമികമായി ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കളമശ്ശേരി പോലീസിനും കൈമാറിയിട്ടുണ്ട്. കൂടാതെ വരാപ്പുഴയിലും ഒരു പരാതി തൊപ്പിക്കെതിരെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവര് 2 സംഘമായി പിരിഞ്ഞ് പരസ്പര പ്രത്യാരോപണങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ തന്നെ നിരവധി ലഹരിമരുന്ന് കേസുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും കൂടാതെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങളുമാണ് പരസ്പരം നവമാധ്യമങ്ങളിലൂടെ ഇവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പോലീസിന്റെ 2 സംഘങ്ങളായി തിരിഞ്ഞാണ് കേസ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സൈബർ ടീം ഈ കേസ് പരിശോധിക്കുന്നുണ്ട്, മറ്റൊന്ന് ലോക്കൽ പോലീസാണ് ഈ കേസ് പരിശോധിക്കുന്നത്. എന്തായാലും വരും ദിവസം കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഒപ്പം തന്നെ ഇവരുടെ സമൂഹ മാധ്യമങ്ങളിലടക്കം വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. തൊപ്പിയുടെയും ഒപ്പം തന്നെ തൊപ്പിയുടെ എതിരാളികളായി നിന്ന മുൻപ് തൊപ്പിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെയുമാണ് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. സേതു, ഇത് പിടി വീഴുമെന്നല്ല, നല്ല ഒന്നാം തരം ലോക്ക്, നല്ല കൃത്യമായിട്ട് വന്ന് വീഴുമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞുതരാം, ഈ സൈബർ കേസിനകത്ത് ഇവന്മാര് പെടും. കാരണം ഇവന്മാര് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള അപരാധങ്ങൾ, പറഞ്ഞിട്ടുള്ള വാർത്തകൾ, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒരു പെണ്ണിനെ ഏതൊക്കെ രീതിയിൽ ബോഡി ഷെയിം ചെയ്യാൻ പറ്റുമെന്നും രീതിയിലുള്ള കാര്യങ്ങൾ, ഈ നാട്ടിലെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇനാഗ്രേഷനിലുള്ള വീഡിയോസ്, അവർ എന്തെങ്കിലും ഒരു സംസാരിക്കുന്ന കാര്യങ്ങൾ വരെ ഇവരെടുത്ത് വെച്ച് നല്ല ഹോട്ടായിട്ട് കിടന്ന് സംസാരിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. ആ സാധനങ്ങളൊക്കെ ഒരു സമയത്ത് സന്തോഷിച്ച കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ദുഃഖിക്കേണ്ട കാര്യങ്ങളായിട്ടേ വരത്തുള്ളൂ. സത്യസന്ധമായ കാര്യം അത് എന്തൊക്കെയാണെന്നുള്ളതും അതിന്റെ വ്യക്തമായിട്ടുള്ള ധാരണ ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമേ തന്നെ ഇവനെതിരെ, അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഇവരുടെ കൂടെ ആ വീട്ടിൽ താമസിച്ചിരുന്നൊരു വ്യക്തി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം സ്ട്രോബറി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടുന്നൊരു പെങ്കൊച്ചുണ്ട്, നമുക്കറിയാവുന്നൊരു കൊച്ച. അപ്പോൾ ആ കൊച്ചിൻ്റെ അടുത്തൊരു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് കേട്ടപ്പോൾ അളിയാ എനിക്ക് മനസ്സിലായി ഇവരുടെ ക്യാരക്ടർ എന്താണെന്നും ഇവർ സംഭവം എന്തുവാണെന്നും. ഓരോന്നായിട്ട് തന്നെ വരാം നമുക്ക്. മമ്മു ഈ തൊപ്പിക്ക്
ചെയ്ത് കൊടുക്കുന്നത് കണ്ടു എൻ്റെ അടുത്ത് പറഞ്ഞു. തൊപ്പിന്റെ സ്ട്രീമിൽ തൊപ്പി പറയുന്നുണ്ടായിരുന്നു ഷമീറിന് മമ്മു ബ്ലൂ ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പക്ഷെ ആ പുള്ളിക്കാരെ കാണിക്കുന്നില്ല. പക്ഷെ വേറൊരു വീഡിയോയിൽ ഇതുപോലെ അവൻ ഇവന്റെ സാധനം വെച്ചിട്ട് കിടക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പലരും വിചാരിച്ചു ഇത് സ്ക്രിപ്റ്റഡ് ആണ്. പലർക്കും അടുത്ത പോർച്ചിലോണി അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ടോക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 1 year മുന്നേ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ അതൊരു റിയൽ ആണോ സത്യമാണോ എന്ന് അറിയാൻ വയ്യ. ബട്ട് സ്റ്റിൽ ഞാനിവിടെ പറയാണ്. അതായത് അവിടെ MR സ്കാനിൽ നിന്ന ഒരാൾ തന്നെയാണ് എന്നോട് ഇത് പറഞ്ഞത്. അതായത് രാത്രി ടൈമിൽ ഡോർ ചാരി ഇട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മമ്മു ഈ തൊപ്പിക്ക് കൊടുക്കുന്നത് കണ്ടു എൻ്റെ അടുത്ത് പറഞ്ഞു. അതെന്തോടാ, അത് സ്ട്രീമർ അല്ലേ? സ്ട്രീമർ ഒക്കെ ആകുമ്പോഴത്തേക്കിന് ഇങ്ങനെ പലതും ഒക്കെ ചെയ്യും. സ്ട്രീം ചെയ്ത് തളർന്നു വന്നിരിക്കും. മറ്റേ ചോട്ടാ മുംബൈ പറയുമല്ലോ, അങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ വാളം വിട്ട് തളർവാദം പിടിച്ച് ശാസ്ത്രജ്ഞൻ വന്നിരിക്കുമ്പോഴത്തേന് തടവുകാരിയായി ഷക്കീൽ വരുന്നു. അങ്ങനെ സ്ട്രീം ചെയ്ത് കിക്കിൽ ചെയ്ത് തളർന്ന് മണിക്കൂർ കണക്കിന് ഇരുന്ന് ആൾക്കാരെ എൻകറേജ് ചെയ്ത് സന്തോഷിപ്പിച്ച് 2 തുള്ളൊക്കെ തുള്ളിയിട്ട് വന്ന് ഇങ്ങനെ തളർന്ന് സോഫയിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കിന് അവിടെ തടവുകാരിയായിട്ട് മമ്മ വരും. അത്രേ ഉള്ളു. അങ്ങനെ കണ്ടാൽ മതി, അല്ലാതെ വേറൊന്നും ഇതിനകത്ത് നിങ്ങൾ ചിന്തിക്കണ്ട. ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു. അതായത് അവിടെ നിന്ന് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഞാൻ ആ ടൈമിൽ കേട്ടപ്പോൾ ഐ വാസ് സോ ഷോക്ക്ഡ്. എനിക്ക് കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് വിട്ട് കളഞ്ഞൊരു സംഭവമാണ്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നിയതിൽ എവിടേക്കോ ഒരു സത്യം ഉണ്ടെന്ന്. ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്കും തോന്നുന്നില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എല്ലാവരുടെ ഓടക്കൊഴി എടുത്ത് വായിലിട്ട് നടക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ വിലയിക്കുന്നത്. ഇവന്മാരെല്ലാം ശരിക്കും അല്ല, ഇങ്ങനെ അത് ബേസിക് ആയിട്ടെ ഇതിനോട് ടേസ്റ്റ് ഉള്ളവർക്ക് ആൾക്കൂട്ടത്തിനെ മൊത്തവും കിട്ടിയാലും ചിലപ്പോൾ തികയാത്തൊരവസ്ഥ ആയിരിക്കാം. അതങ്ങനെയാണ്. ഇതിപ്പോ എങ്ങനെയാ നിനക്കൊന്ന് അറിയാമെന്ന് ചോദിച്ചാൽ അളെ അറിയാം. കൂടുതൽ ഡെഫൈൻ ചെയ്യാനൊന്നും നമുക്ക് അറിയത്തില്ല. അത്രേ ഉള്ളു കേട്ടോ. കുണ്ടന്മാരായിരുന്നു. അപ്പം നമ്മൾ ഇത്ര നല്ല കുണ്ടന്മാരുടെ ലൈവാണ് കണ്ടുകൊണ്ടിരുന്നത്. എപ്സ്റ്റീൻ ഫയൽസിനെക്കാളും കഷ്ടമാണ് തൊപ്പി ഫയൽസ്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഇനി വേണമെങ്കിൽ മമ്മ പ്രഖ്യാപിക്കും. ആവാൻ ചാൻസ് വളരെ കൂടുതലാ. അങ്ങനെ എങ്ങാണോ ആയിക്കഴിഞ്ഞാൽ അച്ഛൻ ആരാന്ന് പറയും എനിക്കറിയത്തില്ല. 10 ദിവസം അവന്റെ വീട്ടിൽ 10 ദിവസം ഇവന്റെ വീട്ടിലൊക്കെ ആയിട്ട് ചിലപ്പോൾ നിൽക്കേണ്ട അവസ്ഥയായിരിക്കും വരുന്നത്. അങ്ങനെ ഒരെണ്ണം ഉണ്ടാവാതിരിക്കട്ടെ. അത് മാത്രമേ ഈ അവസരത്തിൽ പറയാം. ഇനി ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അത് നമുക്കൊന്ന് കണ്ടുവരാം. അതായത് എൻ്റെ കാസറ്റിനകത്തൂടെ പുറത്ത് വന്നിട്ടുള്ള ഇവനെതിരെ വന്നിട്ടുള്ള പെണ്ണുങ്ങളുടെ വോയിസ് ക്ലിപ്പാണ്. ഇവൻ വലിയൊരു ഡയലോഗ് അടിച്ചായിരുന്നു തൊപ്പി. എനിക്കെതിരെ ഏതെങ്കിലും ഒരു പെണ്ണ് വോയിസ് ഇടുകയോ എന്തെങ്കിലും ഒന്ന് വരട്ടെ, അപ്പം ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇവിടുന്ന് അങ്ങ് മാറി നിൽക്കാമെന്ന്. അപ്പം എങ്ങനെ ഇരിക്കുന്നു അണ്ണം? വലിയ ബിൽഡപ്പ് ഇട്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇത്രയധികം പ്രേക്ഷകരുണ്ട്. ഇവൻ ഒന്ന് പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ബാക്കി ചേർത്ത് വിളിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളൊരു ഉൾവിളി ഉണ്ടല്ലോ. ഈ ഒരു സാധനമാണ് ഈ രീതിയിലേക്ക് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത്. ആ ഒരു സാധനം, അതിൻ്റെ ബാക്കിയുള്ള വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. കേരളത്തിൽ കൗമാരക്കാർക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ലൈവ് സ്ട്രീമിങ്ങുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും. എന്നാൽ ഇതിന്റെ മറവിൽ നടക്കുന്ന ചില ഭയപ്പെടുന്ന യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോൾ വിരൽ ചൂണ്ടേണ്ടി വരുന്നത് നമ്മുടെ നാടിന്റെയും വരും തലമുറയുടെയും സുരക്ഷയിലേക്കാണ്. മീറ്റ് മിസ്റ്റർ തൊപ്പി എന്ന നിഹാദ്. തൊപ്പി എന്ന വ്യക്തിത്വത്തെ കുറിച്ച് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊരു കുടുംബത്തെയും ഭയപ്പെടുന്ന കാര്യങ്ങളാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അല്ലെങ്കിൽ ആരാധന മൂത്ത് പുറകെ കൂടുന്ന ഫാൻ ഗേളുകളെ ചൂഷണം ചെയ്യുകയും അവർക്ക് പണം കൊടുത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മീൻസ് ഓരോ 10 മിനിറ്റ് ഇങ്ങനെ സ്കാനർ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് 5000 രൂപ 6000 രൂപ ഇങ്ങനെ പേയ്മെന്റ് ചെയ്യിച്ചിട്ട് ഒറ്റയടിക്ക് അയച്ചു തരാം. മുന്നേ ഒന്നല്ല അയച്ചത്. ഒട്ടനവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പരാതി ഞാൻ അയച്ചു കഴിഞ്ഞു. ഒന്നിലധികം തവണ ഇത്തരം ക്രൂരത ആവർത്തിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്നത്. ഭയങ്കര ആഘോഷമായിട്ടുള്ള വ്യക്തികളല്ലേ. അതുപോലെ തന്നെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി തന്നെ ഈ നിഹാദ് എന്ന് പറഞ്ഞൊരാളും. ഇത്രയും തെമ്മാടിത്തരങ്ങൾ ഈ നാട്ടിൽ നടന്ന് കാണിച്ചിട്ടും സ്ത്രീകൾക്കെതിരെ പെൺകുട്ടികൾക്കെതിരെ നടന്നിട്ടും ഈ പെൺകുട്ടികളെ വേണം പറയാൻ. അത്രേ ഉള്ളൂ. ഈ പെണ്ണുങ്ങളെ തന്നെ പറയണം. ഇമാര് അപരാധങ്ങൾ നിന്റെയൊക്കെ അടുത്ത് ഉണ്ടാക്കിയിട്ട് കാണിച്ചപ്പോഴും അവനൊരു 10-35,000 രൂപ ഇട്ട് തന്നപ്പോഴത്തേന് ആ സാധനം അവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചില്ലേ. ചിലപ്പോൾ മേ ബി പറയാൻ പറ്റത്തില്ല. ഇവര് ഭയങ്കര ഫാൻ ബേസും ഭയങ്കര ആരാധകരൊക്കെ ഉള്ളു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേനും ഇവൻ മറ്റേ ലൈവിനകത്ത് വന്നിരുന്നിട്ട് പിള്ളേരെയൊക്കെ അങ്ങോട്ട് പൊക്കി അടിച്ചിട്ട് മാറ്റാണ് അവൾ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാന്ന് പറഞ്ഞാൽ തീർന്ന്. കാരണം എന്തുവാ, അടുത്ത ഇവനെങ്ങാണ് നൈസിനെങ്ങാണ് ഇവന്റെ ഉത്ബോധ മനസ്സിൽ കൂടെ തന്നെ അവളുടെ ഏതെങ്കിലും മൊബൈൽ നമ്പറിന്റെ ഒരു സൈഡ് അങ്ങ് ലീക്കാക്കി വിടും. പിന്നെന്തോ നടക്കാൻ പോകുന്നത്, അവളുടെ ഫോണിലോട്ട് ചാറ മെസ്സേജ് കോള് നീ മറ്റേതല്ലടി മറിച്ചതല്ലടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വന്ന് നിൽക്കും. അങ്ങനെയാണ് ഇവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവന് വിരോധമുള്ള ആൾക്കാരോട് ഇവ ഈ രീതിയിൽ തന്നെ പെരുമാറിക്കൊണ്ടിരുന്നത്, കാണിച്ചുകൊണ്ടിരുന്നത്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ചിലപ്പോൾ അതെടുത്ത് പുറത്തോട്ട് പറയാനായിട്ട് ആദ്യം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷെ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പറയേണ്ടവർ ആരൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ എടുത്ത് പറയുക തന്നെ ചെയ്യും. കഴിഞ്ഞ 18 വയസ്സ് പോലും തോന്നിക്കാത്തൊരു കൊടുത്തത് 30,000 രൂപയാണ്. മറ്റൊരു പെൺകുട്ടിക്ക് 50,000 രൂപയും. അല്ലാണ്ട് ഒരു 50,000 ഒരു പെണ്ണിന് കൊടുക്കേണ്ട കേസൊക്കെ ഉണ്ടായി. മുന്നൊക്കെയാണ് അവളുടെ വീട്ടിൽ പോയി സംസാരിച്ചത്. ഇതൊക്കെ ഞാൻ അറിഞ്ഞ്
ഇത് കേവലം ഒരു അബദ്ധമല്ല, മറിച്ച് ബോധപൂർവമായ നിയമലംഘനവും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയുമാണ്. ലൈവ് സ്ട്രീം എന്ന പേരിൽ ഇവർ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്ന സംസാരം കേട്ടാൽ അറക്കുന്ന വാക്കുകളാണ്. മറ്റുള്ളവരുടെ കുടുംബത്തിലെ സ്ത്രീകളെയും അമ്മ പെങ്ങന്മാരെ ഈ പറഞ്ഞല്ലോ ലൈവ് സ്ട്രീമിനകത്ത് ഇവർ വന്നിരുന്ന് പറയുന്ന പല കാര്യങ്ങൾ, അതിനകത്ത് തന്നെ കേസെടുക്കാനുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് അതുപോലുള്ള തെളിവുകൾ സഹിതമുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ മൊത്തം കാണുന്നത് മൊത്തം കണ്ടേ പോകാവൂ. അസഭ്യം പറയുക, ലൈവ് സ്ട്രീമിംഗ് വഴി സദാചാര വിരുദ്ധതയും തോന്നിവാസവും പ്രചരിപ്പിക്കുക. എന്നാൽ ഇവർ ഒരു ജനറേഷനെ തന്നെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുന്നത് മറ്റൊരു സത്യമാണ്. ഡേറ്റിംഗ് എന്ന പേരിൽ ഇവന്റെ പ്രണയമല്ല, ഡേറ്റിംഗ്. എന്താ പറയാ, റിലേഷൻ പോലും അല്ല ഡേറ്റിംഗ്. നാളെ നമ്മുടെ സ്വന്തം അനിയത്തിമാരോ മക്കളോ ഇത്തരം ഒരു ചതിക്കുഴി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതികരിക്കണം. തൊപ്പിയെ പോലുള്ള ക്രൂരന്മാരുടെ മുഖംമൂടി അഴിച്ചേ പറ്റൂ. ഇനി ഇവിടെ ഒരു തൊപ്പി വേണ്ട, അല്ലെങ്കിൽ ഒരു തൊപ്പി ഗ്യാങ് വേണ്ട. നമ്മുടെ നാടിന്റെയും വരും തലമുറയുടെയും സുരക്ഷയ്ക്കായി നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാവാം. പ്രതികരിക്കുക, പ്രതിരോധിക്കുക, ഉണ്ടായിരിക്കരുത്. തീർച്ചയായിട്ടും ഈ എന്റെ കാസറ്റിന്റെ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിനെ തുടർന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീഡിയോസ് വരെ ഇട്ടിട്ടുള്ളവരെ. പക്ഷെ ഇവൻ ഈ ചെയ്തിരിക്കുന്ന ഈ കാണിച്ചിരിക്കുന്ന അടിപൊളി തന്നെ. നമ്മളങ്ങനെ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലത് തന്നെ പറയണം. അല്ലാതെ അവനോട് നമുക്ക് ദേഷ്യം ഉണ്ടതുകൊണ്ട് അവൻ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കാം, നല്ലത് ചെയ്തങ്ങ് പൊക്കോട്ടെ, നമ്മളത് കണ്ടില്ല എന്ന് വെക്കാൻ അങ്ങനൊന്നുമില്ല. അപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ട്രാക്കിനകത്ത് ചില വ്യക്തതകളുണ്ട്. ചില കാര്യങ്ങൾ ഈ പറയുന്ന നാട്ടുകാരിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന പോലെ വരും തലമുറയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് നാളുകളായിട്ട് ഈ രീതിയിലുള്ള സംസാരങ്ങൾ, പിള്ളേർക്കിടയിലുള്ള ആ ഒരു ഇമ്പാക്റ്റ്, അവരുടെ മൊബൈൽ യൂസിനകത്ത് വരുന്ന പല കാര്യങ്ങളും ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല രീതിയിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനൊരു തടയിടാനായിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ പുറത്തുനിന്ന് ആരും വന്നില്ല. ഉള്ളിലുള്ള ഇവന്മാർക്കിടയിൽ തന്നെ ഗ്യാങ്ങിനകത്തു തന്നെ ഈ ഒരു സാധനം അവസാനിപ്പിക്കാനായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് പുറത്തിടുന്നു. പടര തമ്പുരാനാണ് എനിക്കറിയാവുന്ന ഒരു കാര്യമല്ലായിരുന്നു കേട്ടോ. അതെന്തായാലും വളരെ നല്ലതായിട്ട് തന്നെ അവസാനിക്കുകയും ചെയ്തു. ഇനി ഫസ്മീനൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എക്സ് ലവർ ആണല്ലോ, അപ്പോൾ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് പെൺകുട്ടി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടുവരാം. കാര്യങ്ങൾ പറയാനുണ്ട്. പെട്ടെന്ന് ഞാൻ റീലിൽ തീർത്തിട്ട് പോവാം. അപ്പം എന്താണെന്ന് വെച്ചാൽ 2024 തുടങ്ങിയതാണ്. 2024, 25, 26 3 വർഷമായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, 3 വർഷമായിട്ട് ഞാൻ ഈ സൈബർ ബുള്ളിങ് അനുഭവിക്കുകയാണ്. ഇത്രയും നാളായിട്ട് തിരിച്ച് ഒരാളുടെ അടുത്തോ അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് ക്രിയേറ്റേഴ്സായിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അറിയുന്ന ആൾക്കാരുണ്ട്, വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ ഒരാളുടെ അടുത്ത് ഞാൻ പോയിട്ട് തൊപ്പി ഇങ്ങനെയാണ്, തൊപ്പി ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ തെളിവ് കാണിക്കാനോ ഒരു പ്രശ്നത്തിന് ഞാൻ പോയിട്ടില്ല. ഞാൻ ആ ഹേറ്റ് മൊത്തം എടുത്തു വാങ്ങി. ബിക്കോസ് ഐ ബിലീവ്ഡ് ഓക്കെ ഇതൊരു പോയിന്റ് കഴിഞ്ഞ് നിൽക്കുമായിരിക്കും എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഞാൻ മിണ്ടാണ്ടിരിക്കും തോറും എന്നെ ആൾക്കാർ കല്ലെറിഞ്ഞു. അത് കാരണം ഇപ്പം എനിക്കൊരു പ്രശ്നം വന്നാൽ പോലും അന്ന് തുടങ്ങിയ ഹേറ്റ് വെച്ചിട്ട് ഇപ്പം ഞാൻ പറയുന്ന ആരും വിശ്വസിക്കത്തില്ല. മനസ്സിലായോ? എന്തോരം എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും, ഇനി പോട്ടെ എൻ്റെ ഭാഗത്ത് 100% ശരിയില്ല, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ശരിയുണ്ടെങ്കിൽ പോലും ആ ശരികൾ മൊത്തം തെറ്റാക്കിയിട്ടാണ് ആൾക്കാർ ചിത്രീകരിക്കാറ്. സോ ഇത് അവിടെ നിന്ന് തുടങ്ങിയ ഹേറ്റാണ്. ആൻഡ് ഞാൻ ഇന്ന് ഹക്കീമിൻ്റെ സ്റ്റോറി ഉണ്ട് അബൌട്ട് ദിസ് ഗർഭം, പ്രഗ്നൻസി ഇഷ്യൂ എനിക്ക് അറിയുന്ന സംഭവം കൂടെയാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയുകയും ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ള ആളുമാണ്. അപ്പം നിങ്ങളൊക്കെ ഈ ഇഷ്യൂ അറിയുന്നതിന് ഒരു 3 വർഷം മുന്നേ തുടങ്ങി തൊട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ ഞാൻ അതെവിടെയും പറയാനോ കണ്ടന്റ് ആക്കാനോ പോയിട്ടില്ല. എനിക്ക് കണ്ടന്റ് ആക്കാനാണെങ്കിൽ എനിക്ക് കണ്ടന്റ് ആക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു, ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഇത്രയും സീരിയസ് ഇഷ്യൂ ആയി. ഇത് പെൺപിള്ളേരുടെ കേസും ഇത്രയും ഈ എനിക്കെന്താ പറയേണ്ടത് അറിയില്ല. ഈ പ്രഗ്നൻസിയും സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഇതിലോട്ട് പോയി, കയ്യിൽ നിൽക്കാവുന്ന പറ്റാത്ത സാഹചര്യത്തിലോട്ട് പോയി. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഇത് സത്യം അറിയണം. മനസ്സിലായോ? അത്ര എനിക്കുള്ളൂ. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. നിങ്ങൾ സത്യം കണ്ട് സത്യം ബോധ്യമായിട്ട് അത് വിശ്വസിക്കുക. ഇപ്പോൾ ഹക്കീം ഇട്ട കാര്യമാണെങ്കിലും ആര് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി വിശ്വസിക്കുക. എനിക്ക് അത്ര പറയുള്ളൂ. ഇനിയും ഇഷ്ടംപോലെ കാര്യങ്ങൾ വരാനുണ്ട്. അതെല്ലാം അപ്പം കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുക. ഈ പെണ്ണിപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്ന സാധനം തോന്നറിയോ? ഒരു 100-500 കോടി ബഡ്ജറ്റ് ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയുടെ വെറും ട്രെയിലർ മാത്രമായിട്ടാണ് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണ്. എനിക്ക് എവിടെ നിന്നോ കേട്ടു അതിൻ്റെ ഒരു ട്രെയിലർ മാത്രമാണെന്ന്. സ്റ്റേ ട്യൂൺഡ് നമ്മളെ ചാനൽ. ആ ട്രെയിലറിൻ്റെ ബാക്കിയായിട്ടുള്ള സാധനങ്ങൾ വരും, ഉറപ്പായിട്ടും വരും. അത് ചിലപ്പം കുറച്ച് മുമ്പേ മറ്റൊരു പെൺകുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാവാം, ആവാതിരിക്കാം, എങ്ങനെ വേണേലും ആവാമല്ലോ. ആവുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അടി പിടി വെടി, ഇതാണല്ലോ സിനിമ. പ്ലീസ്, നിങ്ങൾ ഈ നല്ലതെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊന്നും
നല്ലതായിരിക്കില്ല. നിങ്ങൾ ഈ കാണുന്ന ഒന്നുമല്ല ആൾക്കാരുടെ റിയൽ മുഖം. എൻ്റെ ആരുടെ എല്ലാവരുടെ കാര്യം ബേസിക്കലി പറയുന്നത്, ആരുടെ. അപ്പം അന്തം വിട്ട് ഒരാളെ ആരാധിക്കാണ്ടിരിക്കുക. മതി കൂടുതൽ തത്വം ഒന്നും കാണിക്കണ്ട. നിന്റെ ഡയറിക്കകത്ത് എന്തൊക്കെ എഴുതി വെച്ചെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. പിന്നെ നിന്റെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് അവിടുന്ന് അവൻ ഇങ്ങോട്ട് ചെളിവാരി എറിഞ്ഞു, ഇവിടുന്ന് ഇവൻ അങ്ങോട്ട് ചെളിവാരി എറിഞ്ഞു, അങ്ങനെയൊക്കെ പോയത്. അതൊക്കെ പോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. പഴയ കാര്യം. ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹം, താല്പര്യം, അവന്റെ ആഗ്രഹം അവൾക്ക്, അത് അവന്റെ ആവശ്യം അവൾക്ക് അനാവശ്യം. നാറി ഞാൻ കണ്ടടോ. തൻ്റെ മകളും മറ്റേത് അപരാധനും യൂക്കാലിസ് മരത്തിനിടയിലൂടെ കെട്ടിപ്പുണരുന്ന 2 യുവമിഥുനങ്ങൾ. അതുപോലെ യുവമിഥുനങ്ങളായിരുന്നു ഒരു സമയത്ത്. ആ യുവമിഥുനത്തിൻ്റെ കൂടെ ഈ യുവമിഥുനം നിന്ന സമയത്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് മ്ലേച്ഛകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എനിക്കറിയാമെന്ന്. വന്നിരിക്കുന്ന പെൺകുട്ടികൾ ഇതൊന്നും അല്ല. ഇനി ഡസൻ കണക്കിന് ഞങ്ങൾ ലോറിയിൽ നിന്ന് ഇറക്കുന്ന ആൾക്കാരെ, ലോറിയിൽ നിന്ന് ലോറി കയറാൻ ഭാഗത്തിൽ പെണ്ണുങ്ങളുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. ഇവരെല്ലാം കൂടെ പുതിയ പദ്ധതി പ്രകാരമുള്ള ബസ്സിനകത്ത് കയറിയെങ്കിലും വന്നാൽ മതിയായിരുന്നു. ഒരാളെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തുമെന്ന് പറഞ്ഞ തൊപ്പി ഇനിയിപ്പോൾ എന്തോ ഇവിടെ ലോറിക്കകത്ത് ആൾ വന്നു കഴിഞ്ഞാൽ നീ എന്തോ ചെയ്യും, എങ്ങനെ നിർത്തും? അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റേ അവിടെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കും. നിനക്ക് ഒരുപാട് കോൺടാക്ട് ഉണ്ടല്ലോ അവിടെ, മെറഡീനിലോ അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റിലോ ഹോളിഡേയിലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കൊടുക്കുക. അതായിരിക്കും നല്ലൊരു കാര്യം. ഇനി ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ കാണിക്കും. ഇതെന്തോ ഈ സംഭവം, അല്ലാണ്ട് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്തോ ഈ കാണിക്കുന്നത്, എന്തോ അടിച്ചതായത്? ഇത് അടിച്ചതാണോ, കുടിച്ചതാണോ, വലിച്ചതാണോ, അതോ കൂട്ടിയിട്ട് കത്തിച്ചതാണോ? ഇത് കണ്ടിട്ട് വേറെ എന്തൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയാണൊക്കെ കാണിക്കുന്നില്ലേ? 18 വയസ്സിൽ താഴെയാണെന്നാണ് പറയുന്നത്. പരിപാടികൾ ഇതൊക്കെയാണെന്ന് പറയുന്നത്. 18 വയസ്സിൽ താഴെ ഉള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായത് ഇനി ബെസ്റ്റ് അച്ഛനും മകനും. അറിയാമല്ലോ ഇവർ അച്ഛനും മകനും. ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് അച്ഛനും മകനുമാണെന്ന്, അതായത് തൊപ്പിയും മമ്മുവും. പിന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട് ചേട്ടനും അനിയനുമാണെന്ന്. ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് മറ്റേ അത്ര ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരാണെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടന്മാരാണെന്നുള്ള കാര്യം. ആ കുട്ടത്തരങ്ങളൊന്നും കേൾക്കാം. 12ാമത്തെ വയസ്സിൽ തുടങ്ങിയത്. ഞാൻ എന്നോട് നീ സംസാരിക്കല്ല, കേട്ടില്ല. 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ബ്രോ. പക്ഷെ പോണില്ല, ഇപ്പം അടുത്ത പോകണം. അന്ന് സംഭവം എങ്ങനെ പോന്ന? അല്ല ഇപ്പൊ നല്ല പാല് പോകുന്നല്ല പോകണം. കുറച്ചുകാലം കഴിയുമ്പോ ശരിയാവും. കട്ടിയില്ല, അതാണ്. എന്താ സംഭവം, കട്ടിയില്ല. ഇവന്മാരുടെ ഈ കൊണച്ച ലൈവ് ഒരുപാട് പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പരിപാടികൾ പറയുന്നത്. നമ്മുടെ കൺസേൺ ഇപ്പം അതല്ല. വിട്ടവാണോ ഇനി പിടിച്ചാൽ കിട്ടത്തില്ല, അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കണ്ട. പക്ഷേ ഇങ്ങനെ അടിക്കുന്ന ഈ ഡയലോഗ്, അത് 2 ആണുങ്ങൾ തമ്മിൽ ഒരുപാട് പ്രായത്തിന് ഇളയതായിട്ടുള്ളൊരു ചെറുക്കനുമായിട്ടിരുന്ന് ഇമാതിരി പരിപാടികളൊക്കെ കാണിക്കുമ്പോഴത്തേന് മേ ബി ഈ ലൈവ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അണ്ണൻ പറഞ്ഞു കാണും, മോനെ നീ നേരത്തെ പറഞ്ഞല്ലോ അത് കട്ടി കുറവാന്ന് കാണിച്ചാൽ നോക്കട്ടെ എങ്ങനെയാന്ന്. അപ്പോൾ ചിലപ്പോൾ മാമനൊന്ന് അതിനകത്ത് ഇത്രേ ഉള്ളൂ മാമനൊന്ന് കാണിച്ച കട്ടിയുള്ള എടാ തന്ത തല്ലി. അങ്ങനെ തന്നെ എനിക്ക് നിന്നെ വിളിക്കാൻ തോന്നുന്നത്. ഇമാതിരി എറണം കെട്ട പരിപാടികളും ഒരു കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത പരിപാടികളാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരുന്നത്. പണ്ട് ഇവന്മാർ ഇനാഗ്രേഷന് പോയപ്പോഴത്തേക്കിന് ഉണ്ടായ ഒരു സംഭവം ഉണ്ടല്ലോ, ആരോ ഒരാൾ ഇവന്മാരെ നരമ്പേന്ന് വിളിക്കുന്നത്. സത്യവാടാ ഇപ്പം ദാ നോക്കേ. അന്നേരം കുറെ പേര് വെളിയിൽ നിന്ന് ഇങ്ങനെ നരമ്പന്മാരെന്ന് വിളിച്ചപ്പോൾ സത്യസന്ധമായ കാര്യം കേട്ടോ, ഞാൻ ഉൾപ്പെടെ വിചാരിച്ചെന്തോന്നറിയോ, ഇവന്മാർ ഇത്ര ഫെയിം ആയതുകൊണ്ട് അവന്മാരെ 2 ചീത്ത അങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്കിനും ഒന്ന് നമുക്ക് എന്തെങ്കിലും ഫെയിം ആവുക എന്ന രീതിയിൽ അവർ പറഞ്ഞു തന്നാൽ ഞാൻ വിചാരിച്ചു. സത്യം പറഞ്ഞ എൻ്റെ ചിന്തകളൊക്കെ ചില സമയത്ത് ഊമ്പിത്തെറ്റി പോകുന്നുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, സത്യമല്ലായിരുന്നു, അങ്ങനെ അല്ലായിരുന്നു. അവന്മാർക്ക് എന്തോ അറിയാമായിരുന്നു, ഇവന്മാർ നരമ്പാണെന്നും ഇവന്മാർ കുണ്ടന്മാരാണെന്നുള്ള കാര്യങ്ങൾ മൊത്തം അറിയാമായിരുന്നു. അത് മൊത്തം അറിഞ്ഞു വെച്ചിട്ടാണ് കാണിച്ചത്. ഈ ഒരു കുണ്ടൻ ടോക്ക് വരാനുള്ള മെയിൻ കാരണം എന്തോ തൊപ്പി തന്നെയല്ലേ. വല്ല കാര്യം ഉണ്ടായിരുന്നല്ലോ അവൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് എടുത്തില്ല, വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാണ് ലവൻ അവൻ്റെ വായി വെക്കുന്നതുണ്ടെന്ന്. ദേ ഇപ്പം പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞു ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചോണ്ടിരുന്നേന്ന്. സത്യത്തിൽ ആർക്കൊക്കെ വെച്ചു. ഐ വാണ്ട് ദ ഫുൾ ഡീറ്റെയിൽസ് ബിഫോർ സൺറൈസ്. കേട്ടല്ലോ, കൃത്യമായിട്ട് ഡീറ്റെയിൽസ് വേണം. എനിക്ക് വേണ്ട, എനിക്കത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ആ ടൈപ്പ് അല്ല. പിന്നെ കാണുന്നവർക്ക് എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ കണ്ട് കാണാമല്ലോ. ഇത്രയും അറിഞ്ഞത് എനിക്ക് 2 വിട്ട കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഇനി
അടുത്ത നിങ്ങൾ എന്തോ കാണിക്കണം സത്യം പറഞ്ഞാൽ ഞാൻ ഇനി ഒരു അറബിക് പെണ്ണുമായിട്ടുള്ള സ്ട്രീമിങ് കാണാം. അതും കാണുന്നത് ഒരുപാട് കൊച്ചു കുട്ടികളാണ്. അതായത് കൊച്ചു കുട്ടികൾക്ക് ഉൾപ്പെടെ നമ്മളെക്കാട്ടിലും മുതിർന്ന ആൾക്കാരോട്, നമ്മളുമായിട്ട് സംസാരമില്ലാത്ത ആൾക്കാരോട്, അല്ലെങ്കിൽ ലാംഗ്വേജ് വേറെ ആയിട്ടുള്ള ഒരാൾക്കാരെ നമ്മൾ എന്തുമായിരിക്കും നമ്മൾ അവർക്ക് ഒരു റെസ്പെക്ട് കൊടുത്തിട്ടായിരിക്കും സംസാരിക്കും. നമ്മൾ അവർ പറയുന്നത് നമുക്കറിയത്തില്ല, നമ്മൾ പറയുന്നത് അവർക്കറിയത്തില്ല, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുത്തിട്ടായിരിക്കും സംസാരിക്കുക. എന്നാൽ ആ റെസ്പെക്ട് കൊടുക്കാതെ ഇനി സംസാരിക്കാൻ പറ്റുമോ എന്നൊരു തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പം ഇവന്മാർ ഈ ലൈവിലൂടെ, ഈ സ്ട്രീമിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, ആ സാധനം ഒന്ന് കണ്ടുവരാം. ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. What's your name? Sara. Sara. Can I sing for you? No? Can I sing for you? Yeah. Sing. You're so beautiful. I just want to sing a song for you. No, it's not. Okay? കുണ്ടിത്തോളെ മാണത്തോളെ വീണ്ടും കൈത്തോളെ മാണത്തോളെ മാണത്തോളെ വീണ്ടും കൈത്തോളെ മാണത്തോളെ വീണ്ടും കയ്യേട്ടോളെ. മതി ഇട്ടതൊക്കെ മതി. എന്തോ പറയണം. സ്ട്രീം ചെയ്ത് ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് അവർക്ക് കൊടുക്കുന്നൊരു വിലയും, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാനായിട്ട് കാണിക്കുന്നൊരു രീതിയും. കുണ്ടി കൈയിട്ടോളെ മാനത്തോളെ. എടാ, ഇവൻ സത്യം പറഞ്ഞാൽ വാ തുറക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഇതുകൾ മാത്രം പറയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഇവൻ സുപ്രഭാതത്തിൽ മുടിയൊക്കെ വെട്ടി അങ്ങോട്ട് നല്ല രീതിയിൽ വന്നപ്പോഴത്തേക്കിന് ഞാൻ നല്ലതായടാ, ഞാൻ മുമ്പ് ചെയ്തതായിരുന്നു, ഞാൻ നല്ലതായിരുന്നു. വായി തോന്നിവാസം തെമ്മാടുത്തലുകൾ മൊത്തം ഇറക്കി വിട്ടതിന് ശേഷം വന്ന് പറയണം ഞാൻ നല്ലതായടാ, എനിക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും എടുക്കാനൊന്നും ഇല്ലെന്ന്. ഇതുപോലെ തന്നെ ഇവനൊരു ആങ്കറിനെ റിയാക്ട് ചെയ്യുന്ന സാധനം ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. അത് വേണ്ട, അത് അത്ര ആൾക്കാരായതുകൊണ്ട് എനിക്കത് കാണിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഈ ഒരു കാര്യത്തെക്കുറിച്ച് വേറൊരു വീഡിയോ കാണാം. ആദ്യത്തെ പെണ്ണ് കേസാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന്. അത് എഡിറ്റ് ചെയ്ത് BGM ഇട്ട് കൊടുക്കാനായിട്ട് ഏതോ തന്തയില്ലാത്തവന്മാർ, അല്ലെങ്കിൽ തന്തയ്ക്ക് മുമ്പേ ജനിച്ചവന്മാർ, ഇവനോ തന്തയ്ക്ക് മുമ്പേ ജനിച്ചവൻ. കാരണം ഇവൻ കാണിക്കുന്ന പരിപാടികളെല്ലാം എങ്ങനെ പോയാലും ഒരു ദിവസം ഒരു 12,275 ആൾക്കാരെ കൊണ്ടെങ്കിലും സ്വന്തം തന്തയും തള്ളയും വിളിപ്പിക്കുന്ന പരിപാടികളാണ്. അപ്പോൾ ഇവന്റെ വീഡിയോ ഇതുപോലൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ അവന്മാരും ഇതുപോലെ തന്നെ വിളി നല്ല രീതിയിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. ആദ്യമായിട്ടൊരു പെണ്ണ് കേസ് ഉണ്ടായി, വാറന്റ് ആയിട്ടുണ്ട്, തന്റെ നോട്ടീസൊക്കെ വന്നിട്ടുണ്ട്, അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. റൂം എടുത്ത് കൂട്ടുകാരെ എല്ലാം വിളിച്ച് എഡിറ്റ് ചെയ്യുന്നതിനെയൊക്കെ വിളിച്ചൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ എന്തായിരുന്നു, അല്ല നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്, അതായിരുന്നു വേണ്ടത്. അപ്പൊ തൊപ്പിക്കെതിരെയുള്ള തെളിവുകൾ എന്തൊക്കെയാണെന്ന് തപ്പി പോലീസ് പോയപ്പോഴത്തേക്കിന് തെളിവുകൾ കോരാനായിട്ട് അവർ കൊണ്ടുപോയ ചെറിയ തൂമ്പയാണെങ്കിൽ അത് പോരാ, വരുന്ന ഒരു ടിപ്പർ ലോറിയായിട്ട് ആ തെളിവുകൾ മൊത്തം അതിനകത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പല ആൾക്കാരും, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി സൈബറിന്റെ കാര്യം ഓക്കെ, ഇനി ബാക്കി ഡ്രഗ്സ് ഡീലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് അവർ എന്തോന്ന് വെച്ചാൽ നോക്കിക്കോളൂ. അതാ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് നമ്മുടേതായ കാര്യങ്ങൾ മാത്രം നോക്കി അഹങ്കരിച്ച്, അല്ലെങ്കിൽ അതിനകത്ത് വലിയൊരു ഫെയിം, ആ ഒരു ഫെയിമിനെ മിസ്യൂസ് ചെയ്ത്, അത്രേ ഉള്ളൂ, മിസ്യൂസ് ചെയ്ത് ലേഡീസിനിടയിൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും മിസ്യൂസ് ചെയ്ത് ഫെയിമിനകത്ത് എന്ത് വന്നാലും അതങ്ങ് ഒഴുകിപ്പോയിക്കോളൂ, അതങ്ങ് തടഞ്ഞു നിൽക്കാൻ ഒന്നുമില്ല എന്ന രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ എത്തുന്നത്. ആ തൂഫാനാണ് ഈ നിമിഷം കറങ്ങിയടിച്ച് തൊപ്പിയെ തൂഫിയിരിക്കുന്നത്. പക്ഷേ ഈ തൂഫാൻ ആരംഭം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യവന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിച്ച് ഇട്ടുകൊടുത്ത് ജനങ്ങൾക്കിടയിലേക്ക്, ഇന്ന് നീ കയറി പിടിച്ചോ ഇതിനകത്ത്, ഞാൻ ഇതിനകത്ത് പിടിച്ചോളാം, എന്നാൽ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് പിടിച്ചോളാം. അങ്ങനെ പിടിച്ചതും പിടിക്കാൻ പോകുന്നതും വലിച്ചതും വലിക്കാതിരിക്കുന്നതും എല്ലാ സാധനങ്ങളും കറങ്ങി തിരിഞ്ഞ് ഒറ്റയ്ക്ക് ഒരു കുടക്കീടിനകത്ത് ഇങ്ങനെ വന്നിരുന്ന് ഇനി ഏത് വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്തെടുത്താൽ മതി. അടുത്ത സാധനങ്ങളായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം